എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. കോടതി വിധിയെ ബഹുമാനിക്കുന്ന അഖിൽ മൈരാറിന്റെ ഒരു താത്വിക അവലോകനം വന്നിട്ടുണ്ട്. മൈരാറിന്റെ അവലോകനം എങ്ങനെയാണ്? ബുദ്ധിയുള്ള ദിലീപ് ക്രൈം ചെയ്യുമോ? ഇവര് നല്ല ബുദ്ധിയായിരുന്നു സാറേ. ഈ ഇടയായിട്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. 1.5 കോടി കൊടുത്തിട്ട്. അപ്പൊ പിന്നെ ജയിലിൽ കിടക്കുന്ന ഇന്റലിജന്റ് ക്രിമിനൽസ് ഒക്കെ ആരുടെ? ദിലീപ് ഇത്രയും റിസ്ക് എടുത്ത് ഇത് ചെയ്യുമെന്ന് അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ദിലീപ് ഇത്രയും റിസ്ക് എടുത്ത് ഇത് ചെയ്യുമെന്ന്. അപ്പൊ പിന്നെ ഇന്ത്യയിലെ 90% കോൺട്രാക്ട് ക്രൈംസ് ഒക്കെ പിന്നെ എന്താണ്? പുരുഷന്മാരെ മൊത്തം അവമാനിക്കാത്ത തന്നെ പോലെ ഒറ്റ ഒരുത്തം മതിയല്ലോ. ഇനി വേറൊരു ഭാഗമുണ്ട്. നടി ഡ്രൈവറിനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് പോസിബിൾ ആണോ? എങ്ങനെ ഇരിക്കണം? നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ കേട്ടോടാ. പീഡനം എക്സിവിയിൽ നടക്കുമോ? ചുരുങ്ങിയ സ്ഥലത്ത് ആളുകൾ ഓട്ടോയില്, ട്രെയിനില്, പബ്ലിക് വാഷ്റൂമില്, ചേഞ്ചിങ് റൂമില്, ഇവിടെയൊക്കെ ലൈംഗിക അതിക്രമണം നടക്കുന്നുണ്ട്. അല്ലാതെ അക്രമം നടക്കാൻ സ്റ്റേഡിയം ഒന്നും വേണ്ട. വല്ലതും പറ്റിയാ? ഇനിയാണ് മൈരാറിന്റെ അടുത്തൊരു സാധനം. ഇതേ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ? ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ? എങ്കിൽ നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ ഭർത്താവിനെയും കൂട്ടി പോയി, പുരുഷനാണെങ്കിൽ ഭാര്യനെയും കൂട്ടി പോയിട്ട് എക്സിവിടാത്ത് കയറി കിടന്നിട്ട് പീഡനത്തിന്റെ ഡെമോ ഒന്ന് ചെയ്യാൻ. ചെറ്റത്രം പറയാടോ. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവോ? ഞാനേ കൂതറയാ, വെറും കൂതറ. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. മൈരാറെ, ഈ ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത് സയൻസ് എക്സ്പെരിമെന്റ് ഒന്നുമല്ല, ഡെമോ ചെയ്ത് നോക്കാനേ. നീ എന്താ ചാണ്ടി കുഞ്ഞ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഓ, ഞാൻ എന്നാ മിണ്ടാനാ? പിള്ളേരെ അണ്ണാക്കി പിരി വെട്ടിച്ച് തന്നില്ലേ? ഇവനാണ് ഞാൻ കണ്ടതിൽ വെച്ച് റേപ്പ് സർവൈവറിനെ അവമാനിക്കുന്ന ഏറ്റവും തരം താഴ്ന്ന ഒരു ജീവി. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു. നീ പാടാ, നാണം കെട്ട എന്നെ ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ. പീഡിപ്പിച്ചവരുടെ നറേറ്റീവ് ഉണ്ടല്ലോ, അതിനെ നോർമലൈസ് ചെയ്യണമേ. പിന്നെ നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. മനസ്സ് നിറഞ്ഞു. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. വരട്ടെ.